അങ്ങനെ മറ്റൊരു വിഷുക്കാലം വന്നിരിക്കുകയാണ്. മലയാളത്തിൽ 3 സിനിമകളാണ് വിഷുവിൽ ഏപ്രിൽ 10-നാണ് ഈ സിനിമകളൊക്കെ ഇറങ്ങുന്നത്. മമ്മൂട്ടിയുടെ ബസൂക്കയാണ് ഏറ്റവും അധികം എക്സ്പെക്ടേഷൻസ് ഉള്ള ഒരു ചിത്രം. മൈൻഡ് ഗെയിം ത്രില്ലർ സ്വഭാവത്തിലുള്ള ഈ ചിത്രത്തിന് ഇപ്പോൾ തന്നെ നല്ലൊരു ആൻറ്റിസിപ്പേഷൻ പ്രേക്ഷകർക്കിടയിലും മമ്മൂട്ടി ഫാൻസിനിടയിലും അതുപോലെ തന്നെ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരുടെ ഇടയിലും വന്നിട്ടുണ്ട്. അപ്പോൾ ബസൂക്ക ഒരു വലിയൊരു സിനിമയായിട്ട് തന്നെയാണ് വരുന്നത്. അതിൻ്റെ ബുക്കിംഗ് എല്ലാം തുറന്നിട്ടുണ്ട്. പല പല തിയേറ്ററിലും ബുക്കിംഗ് ഫുള്ളായിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബസൂക്ക ഇസ് ദെയർ ഓൺ April 10th. ഏപ്രിൽ 10 തന്നെ ഇറങ്ങുന്ന മറ്റൊരു ചിത്രമാണ് നമ്മുടെ ബേസിൽ ജോസഫ് നായകനായിട്ടുള്ള മരണമാസ്. ഇതിൻ്റെ ട്രെയിലർ എല്ലാം കാണുമ്പോൾ തന്നെ ഒരു എക്സ്ട്രാ എനർജി ക്യാരക്ടേഴ്സിനൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിൽ വരുന്ന കാര്യങ്ങളും അങ്ങനത്തെ പരിപാടികളൊക്കെ ട്രെയിലറിൽ വന്നിട്ടുണ്ട്. അത് ആ ഒരു അവതാരകൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, അതായത് ഞാൻ ചെയ്യേണ്ട കഥാപാത്രമായിരുന്നു, പക്ഷെ എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് മറ്റൊരാൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ പല പല സർക്കാസും അങ്ങനത്തെ ഇതൊക്കെയുള്ള ഒരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ തന്നെയായിരിക്കും മരണമാസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഖാലിദ് റഹ്മാന്റെ ആലപ്പുഴ ജിംഖാനയാണ് അടുത്തതായി ഇറങ്ങുന്ന ചിത്രം. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ത്രെഡ് നമ്മുടെ ഡയറക്ടർ നമ്മുടെ ക്യൂവിന്റെ ഒരു ഇന്റർവ്യൂവിൽ മനീഷ് നാരായണനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കാണുന്നത് നന്നായിരിക്കും സിനിമ കാണുന്നതിന് മുമ്പ്. ഒരു സിനിമ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്രൊമൈസ് ആണ്. കുറച്ച് പിള്ളേരുടെ അല്ലെങ്കിൽ ഒരു യുവത്വത്തിന്റെ ഒരു സിനിമ പറയുന്ന അടി, അതായത് ഖാലിദ് റഹ്മാൻ എന്ന് പറയുമ്പോൾ നമുക്ക് തല്ലുമാലയിലൂടെ അടിയുടെ വേറെ ലെവലിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു സംവിധായകനാണ്. അപ്പോൾ ആ ഒരു സിനിമ നല്ലൊരു എന്റർടൈനർ ആവാനുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ട്. ഇതിന്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് പക്ക എന്റർടൈനർ എന്നുള്ള രീതിയിലാണ് സിനിമ വരുന്നത്. ട്രെയിലർ എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ അജിത്തിന്റെ ഒരു ഫാൻ ബോയ് ആയിട്ടുള്ള അദ്വിക് രവിചന്ദ്രനാണ് സിനിമ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഒരുപാട് റെഫറൻസ് പഴയ സിനിമകളുടെ, അതായത് അജിത്തിന്റെ പഴയ സിനിമകളുടെ ആയിട്ടുള്ള റെഫറൻസ് ആണെങ്കിലും അതുപോലെ തന്നെ തല റെഫറൻസ്, പഴയ പാട്ടുകൾ റെഫറൻസ്, ട്രെയിലറൊക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ. അതായത് വേറൊരു മൂഡ് പടമാണ്. അതായത് ഇപ്പോൾ നേരത്തെ ഇറങ്ങിയ വിടാമുയർച്ചയിൽ നിന്നും എന്തുകൊണ്ടും എന്റർടൈൻമെന്റ് വാല്യൂ വിൽ ബി അറ്റ് ദ ബെസ്റ്റ് എന്നാണ് ഇൻഡസ്ട്രി എക്സ്പേർട്സും എല്ലാവരും പറയുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ കൂടെ നമ്മുടെ എമ്പുരാനും തിയേറ്ററിലുണ്ട്, അതാരും മറക്കണ്ട. എമ്പുരാൻ ഇസ് സ്റ്റിൽ ദെയർ ഇൻ തിയേറ്റേഴ്സ് ആൻഡ് ഇറ്റ് വിൽ ബി ദെയർ ഇൻ തിയേറ്റേഴ്സ് ഡ്യൂറിങ് ദ വിഷു സീസൺ ഓൾസോ ഫോർ ഷുവർ. അപ്പോൾ എമ്പുരാനും അത് കഴിഞ്ഞ് തുടരും വരുന്നുണ്ട്. അത് 25-ാം തീയതിയാണ്. അപ്പോൾ സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമാണ് സിനിമകൾ വരുന്നതെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ. അപ്പോൾ എന്തായാലും സിനിമകൾ വരുന്നു, ആൾക്കാർ സിനിമകൾ കാണുന്നു, സിനിമകൾ വിജയിക്കുന്നു, നല്ലൊരു നാളേക്കായി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും സൈൻ ഓഫ് ചെയ്യുന്നു.